നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ, എന്റെ ജീവിതം തകർന്നേ. തകരാൻ മാത്രം വീഞ്ഞു നിറച്ച പളങ്കു പാത്രമാണല്ലോ നിന്റെ ജീവിതം. അയ്യോ, മുത്തശ്ശി, എന്റെ മുത്തശ്ശി. നീ ഇങ്ങനെ കരയാതെ എന്താ ഉണ്ടായെന്ന് പറ. എന്റെ വാക്കിനാടോ ഇവിടെ വില? തന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. മൈഥിലി, നീ എന്തായി കാണിക്കുന്നേ? മൈഥിലി, മൈഥിലി, വാതില് തുറക്കാൻ. മിണ്ടരുത്. ഇരിക്കവിടെ, ആ ബെഡിൽ ഇരിക്കാൻ. ഇരിക്കാൻ. ഒരു പെണ്ണിന് എങ്ങനെയൊക്കെ ആകാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം. ആ മോളെ മീനാക്ഷി, നീ കുഞ്ഞിന് കളിപ്പാട്ടം കൊടുത്തിരുത്തിയിട്ട് എന്റെ കൂടെ വാ. വാ മോളെ, വാ. ദൈവമേ, മറ്റെന്തായിരുന്നെങ്കിലും നേരിടായിരുന്നു. ഇത് അപമാനം. മൈഥിലി, ഓടി വരണേ. അയ്യോ, എന്നെ ഉപദ്രവിക്കുന്നേ. ഓടി വായോ. അയ്യോ, മൈഥിലി, ഓടി വരണേ. നീ എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും ഒന്ന് ഓടി വായോ. മൈഥിലി, എന്താ എന്താ പ്രശ്നം? കാര്യം പറ. കാര്യം എന്താന്ന് പറയടി. എന്താ 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 എന്താ? എന്താടി? ഇത് ഞാൻ പ്രതീക്ഷിതയില്ല. എന്റെ ദൈവമേ, ഇങ്ങനെയും കാട്ടുമൃഗങ്ങളെ പോലത്തെ മനുഷ്യരുണ്ടോ? മൈഥിലി, മിണ്ടരുത്. നിങ്ങളൊരു പിശാചാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താ ഉണ്ടായത്? എന്താ ഇവിടെ സംഭവിച്ചത് രാജലക്ഷ്മി? എനിക്കറിയില്ല കൈമളേട്ടാ. ഇവിടെ ഉണ്ടായത് എന്താന്ന് വാ തുറന്ന് പറയടി.
എന്താടാ കാർത്തി? കാര്യമായിട്ട് എന്തോ ഇവിടെ നടന്നിട്ടുണ്ട്. എന്താ നീ വിളിച്ചു കോവി കരഞ്ഞെന്ന് പറയടി. ഞാനതെങ്ങനെ പറയും മുത്തശ്ശി? ഞാനൊരു പെണ്ണല്ലേ. മുത്തശ്ശിക്കും പെൺമക്കളുള്ളതല്ലേ മുത്തശ്ശി? അയ്യോ, എന്റെ ജീവിതം തകർന്നേ. ഓ, തകരാൻ മാത്രം വീഞ്ഞ് നിറച്ച പളങ്കു പാത്രമാണല്ലോ നിന്റെ ജീവിതം. അയ്യോ, മുത്തശ്ശി, എന്റെ മുത്തശ്ശി. നീ ഇങ്ങനെ കരയാതെ എന്താ ഉണ്ടായെന്ന് പറ. എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ ഞാനത് എങ്ങനെ പറയും മുത്തശ്ശി? എന്നാ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ കൂട്ട ആത്മഹത്യ ചെയ്യാം. എന്നിട്ട് നീ പറഞ്ഞാ മതി. മനുഷ്യർ ഇങ്ങനെ മുൾമുനയിൽ നിർത്താതെ നീ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറ. അമ്മ, ഇയാള് ഈ കാർത്തി എന്നെ ഇയാൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണോ? മീനാക്ഷി ഭാര്യയായുള്ളപ്പോ എന്നെ അങ്ങനെ സങ്കല്പിക്കുന്നത് പോലും തെറ്റല്ലേ അമ്മ? മൈഥിലി, അയ്യേ അയ്യയ്യേ, എന്തൊരു നാണക്കേടാ. തൊലി ഒരിഞ്ഞു പോവാ. പടം പൊടിക്കാൻ നീ എന്താ പാമ്പാണോടി? കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ വൃത്തിയുടെ കേക്കില്ല ജഗദീഷ് ചേട്ടാ. മീനാക്ഷി, മീനാക്ഷി, ഈ മനുഷ്യൻ ചതിക്കയല്ലേ? ഇങ്ങനെ സ്നേഹമുള്ളൊരു ഭാര്യ ചതിക്കുന്നത് ശരിയാണോ? മൈഥിലി, എന്തൊക്കെ പറഞ്ഞാലും ഇനി ഈ തറവാടിനോട് ചതി ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ഇയാളുടെ ഭാര്യ ആവണ്ട. മീനാക്ഷി തന്നെ പോരെ കാർത്തിക്കിന് ഭാര്യയായിട്ട്. പിന്നെ എന്നെ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? മൈഥിലി, പെണ്ണിന്റെ ശരീരം മതിയോ ഇയാൾക്ക്? ഇങ്ങനെ ഒരു നെറുകേട് കാണിക്കുന്നത് എന്തിനാ? മൈഥിലി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.